कृष्ण बलराम कृष्ण बलराम कृष्ण बलराम बोलो कृष्ण बलराम कृष्ण बलराम। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथामह्यं ददाति स्वदान्तिकं वन्देऽहं श्रीगुरून् श्रीयुतापदकमलं श्रीगुरून् वैष्णवां च श्रीरूपं साग्रजातं सगणरघुनाथान्वितान्तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखाविदां च हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपीश गोपिका कांता राधा कांता तमस्ते तप्त कांजलि गौरंगी राधे वृंदावनेश्वरी ऋषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे कृष्ण 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 हरे राम राम हरे हरे मूगं करोति वाचालं पङ्गुं लङ्घयतेकरं यत्कृपातमहं वन्दे श्रीगुरुं पीठमानन्दं परमानन्दमाधवं श्रीचैतन्य ഈശ്വരം ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ കാണാനിരിക്കുന്നത് നാമാമൃതമാണ്. അതായത് ഹോളി നെയിം, അതായത് ഭഗവാനിന്റെ തിരുനാമത്തിന്റെ മഹത്വവും അതിൽ നമുക്ക് കിട്ടാവുന്ന പ്രതിഫലങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അല്ലെ, നമ്മൾ ജീവിക്കുന്ന ഒരു ഈ വേൾഡ് എന്ന് പറയുന്നത് ഒരു ദ്വന്ദ്ങ്ങളുടെ ഒരു വേൾഡാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾക്ക് സുഖവും ദുഃഖവും അല്ലെങ്കിൽ രാത്രി എന്ന പകലെന്ന പോലെ മാറി മാറി വന്നിരിക്കുന്നതാണ് ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കാണുന്നത്, അല്ലേ? നമുക്ക് ഫ്യൂച്ചർ, അതായത് നമുക്ക് ഭാവിയെ കുറിച്ചുള്ള കാണാനുള്ള നമുക്ക് ശക്തിയുണ്ടോ? ഇല്ല, അല്ലേ? നമുക്ക് ഭാവിയെ അറിയാനുള്ള ശക്തിയോ അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞുപോയ കാലത്തിനെ മാറ്റുവാനുള്ള ശക്തിയോ നമുക്ക് ഇല്ല, അല്ലേ? ഇല്ലാത്ത കാരണം കൊണ്ട് ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവത്ഗീത 4-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ഞാൻ ഈ ഗീതോപദേശം നൽകിയത് വിവസ്വാനാണ്, പക്ഷെ അർജുനന് നിനക്ക് ഓർമ്മയില്ല, ബിക്കോസ് നിനക്ക് ഭാവിയോ അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാത്തതുകൊണ്ട് നിനക്കത് മറന്നു പോവാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചുള്ള വ്യാകുലതകളുണ്ട്. ഭയങ്കര പേടിയാണ് നമുക്കെല്ലാവർക്കും. ആണോ? പേടിയുണ്ടോ? ഭാവിയെ കുറിച്ച് ആർക്കെങ്കിലും പേടിയുണ്ടോ? കൈപ്പൊക്കാം ഉണ്ടെങ്കിൽ, അല്ലെ? നമുക്ക് എല്ലാവർക്കും ഭാവിയെ കുറിച്ച് പേടിയാണ്. നമ്മൾക്ക് ഭൂരിപക്ഷം ആൾക്കാരും കഴിഞ്ഞുപോയ കാലത്തിനെ കുറിച്ചുള്ള ഒരു വ്യാകുലത, അല്ലെങ്കിൽ കടന്നുപോയി നമുക്കൊരു അയ്യോ ഇങ്ങനെ പറ്റിപ്പോയല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ. നമുക്കൊരു പവർ ഉണ്ടെങ്കിൽ, നമ്മൾക്ക് ഒരു സൂപ്പർ പവർ ഉണ്ടെങ്കിൽ നമുക്ക് അത് തിരിച്ചു പോയി നമ്മളെ പാസ്റ്റിനെ നമുക്ക് മാറ്റാനുള്ള ശക്തി ഉണ്ടെങ്കിൽ നമ്മളത് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ നമുക്ക് തോന്നും, അല്ലെ? അതുപോലെ തന്നെ ഫ്യൂച്ചർ, അതായത് ഭാവിയിലെ പ്രശ്നങ്ങളെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാനായിട്ട് നമുക്ക് പ്രവണത വരും, അല്ലെ? എന്തുകൊണ്ടാ അങ്ങനെ? നമ്മുടെ ജീവിതത്തിൽ നമ്മള് പേടിയാണ്. നമ്മുടെ പല പേടിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് വന്നത്. നമ്മുടെ പിള്ളേരുടെ സ്കൂൾ ബസ് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വ്യാകുലതയാണ്, അല്ലെ? എന്ത് പറ്റി നമ്മുടെ മക്കൾക്ക് ബസ് ലേറ്റ് ആണല്ലോ എന്ന്, അല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ ഒരു എന്ത് പറ്റി, നമ്മൾ അപ്പൊ തന്നെ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഫോൺ എടുത്ത് അവരെ വിളിക്കും. എന്ത് പറ്റി മക്കളെ, എന്താണ് വരാൻ ലേറ്റ് ആണല്ലോ, എല്ലാം ഓക്കെ അല്ലേ എന്നുള്ളത് നമുക്ക് വിളിച്ച് ചോദിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കുറച്ച് ലേറ്റ് ആയാലും നമ്മൾ വിളിച്ചു ചോദിക്കും. എന്തുകൊണ്ടാണ്? എപ്പോഴും നമുക്കൊരു പേടി നമ്മുടെ മനസ്സിലുണ്ട്, അല്ലെ? പക്ഷെ നമ്മൾ മറക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അല്ലെ? നമുക്ക് ഒരു പേടി, നമുക്ക് എല്ലാവർക്കും ഒരു രക്ഷകനുണ്ടല്ലേ, ഒരു രക്ഷകർത്താവുണ്ട്, അല്ലെ? ആണോ അല്ലയോ? ആരാണ് നമ്മുടെ രക്ഷകർത്താവ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ, അല്ലെങ്കിൽ നരസിംഹദേവ് ഭഗവാൻ, അല്ലെ? നമ്മുടെ പേടി അത് മാറാനായിട്ട് നമ്മൾ ആരെയാ വിളിക്കേണ്ടത്? നമ്മുടെ ഭഗവാനെ.
ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. യസ്യ സ്മരണമാത്രേന ജന്മ സംസാര ബന്ധനാത് വിമുച്യസേ നമസ്തസ്മൈ വിഷ്ണുവേ പ്രഭു വിഷ്ണുവേ. ഭഗവാൻ വിഷ്ണുവെ നമ്മൾ സ്മരിക്കുക, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മൾ സ്മരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ആഹ് ആഹ് പുറത്തു വരാനുള്ള പ്രതിവിധി. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണ്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലൊരു കള്ളം കയറി, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ അയൽവാസി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഫസ്റ്റ് എന്തായിരിക്കും? ഒരു ഹോട്ട് ലൈൻ വിളിക്കും അല്ലേ? പോലീസ്. നമ്മുടെ ഹോട്ട് ലൈൻ ഏതാ? പോലീസിലെ ഹോട്ട് ലൈൻ 100 വിളിക്കും. അപ്പൊ എന്താണ്? പോലീസ് വരും. പോലീസ് വരും എന്നൊരു പ്രതീക്ഷയിലാണല്ലോ നമ്മൾ അവർ വിളിക്കുന്നത് അല്ലേ? നമ്പർ വിളിച്ചിട്ട് ആരും വന്നില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അപ്പൊ നമ്മൾ വിളിക്കുന്ന ഹോട്ട് ലൈൻ എന്താണ്? നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കൊരു ഹോട്ട് ലൈൻ ഉണ്ട് അല്ലേ? നമ്മുടെ ഹോട്ട് ലൈൻ എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അല്ലെ? നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് കയ്യിലുള്ള ഒരു ഹോട്ട് ലൈൻ നമ്പറാണ് ഹരേ കൃഷ്ണ മന്ത്രം. അത് വിളിക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഭഗവാനിന്റെ ഡയറക്റ്റ് അസോസിയേഷൻ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? എന്താണ് ഇതിനോട് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? നമ്മുടെ ശീലപ്രഭ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണ്? ഹരേ എന്ന് പറയുമ്പോൾ ശ്രീമതി രാധാറാണി, അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തി. കൃഷ്ണ എന്ന് പറയുമ്പോൾ ആകർഷ്യതി ഇതി കൃഷ്ണ, രമയതി ഇതി രാമ. അപ്പോ നമ്മളെ ആകർഷിക്കുന്ന ഭഗവാനെ നമ്മൾ സ്തുതിക്കുവാണ് അല്ലെ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുമ്പോൾ, ഓ അല്ലയോ ശ്രീമതി രാധാറാണി, അല്ലെങ്കിൽ അല്ലയോ ഭഗവാൻ എനർജി ഓഫ് ലോർഡ്, ഓർ ഭഗവാനെ, എനിക്ക് അങ്ങയുടെ സേവനത്തിൽ അങ്ങയെ സേവിക്കാനുള്ള ഒരു അവസരം നൽകൂ, അല്ലെങ്കിൽ അങ്ങയുടെ അസോസിയേഷൻ നൽകുകയാണ് നമ്മൾ ഭഗവാനെ വിളിച്ച് ഈ ഹരിനാമത്തിലൂടെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാൻ വിളി കേൾക്കും അല്ലെ? കേൾക്കുമല്ലയോ? നമ്മുടെ ശീലപ്രഭാത് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്, പരമാത്മാവ് നമ്മുടെ കൂടെ, ഭഗവാൻ നമ്മുടെ കൂടെ പരമാത്മാവായി നമ്മുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ആ ഒരു വിശ്വാസം നമുക്ക് വരണമെങ്കിൽ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. അപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ എന്താ നടക്കുന്നത്? നമ്മുടെ ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ? ചേതോ ദർപ്പണ മാർജനം ഭവത് മഹാദവാഗ്നി നിർവാപണം. അതായത് നമ്മുടെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങൾ, ആളിക്കത്തുന്ന തീയാകുന്ന പ്രശ്നങ്ങളിൽ തീരുവാനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മൾ ഒറ്റയ്ക്ക് രാത്രി നമ്മൾക്ക് പുറത്തിറങ്ങി ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമുക്ക് പേടി വരും അല്ലെ? ഏതെങ്കിലും പട്ടി ആരെങ്കിലും കടിക്കുവോ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ കയ്യിലുള്ള ബാഗ് പിടിച്ചോണ്ട് പോവോ? എല്ലാത്തിനും ഒരു പേടി വരും. അപ്പൊ പേടി വരാൻ നമുക്ക് മനസ്സിൽ ഒരു ശക്തിയാണ്, നമ്മുടെ ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് അല്ലെ? നമ്മൾ സാധാരണ ആൾക്കാർ എന്ത് വിളിക്കും? രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാർക്ക് എന്താ ചെയ്യുക? കയ്യിലൊരു വടി വെക്കും, അല്ലെങ്കിൽ കൊട വെക്കും, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അടിക്കാനായിട്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ? നമ്മുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാനാണ്. ഭഗവാൻ വിളിക്കുമ്പോൾ നമ്മുടെ കൂടെ എത്തുന്ന ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറച്ച വിശ്വാസം വരുമ്പോൾ നമുക്കറിയാം ഭഗവാൻ നമ്മളെ രക്ഷിക്കും. എന്തെങ്കിലും ഒരു വഴിയായി, ഒരു യാത്രക്കാരനായി, അല്ലെങ്കിൽ ഒരു നെയ്ബറായി, അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായി ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരു ഡയറക്ഷൻ തരുന്നുണ്ട്. നമ്മുടെ ഇന്റലിജൻസിനെ ഭഗവാൻ നമ്മുടെ വഴികാട്ടിയായി ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വരുന്നത് എപ്പോഴാണ്? നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം കണ്ടിന്യൂസ്ലി ജപിക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും തീരുവാനുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇങ്ങനെ ജപിക്കുമ്പോൾ നമ്മുടെ ഭഗവാൻ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നൽ വരണം. നമ്മുടെ കൂടെ എപ്പോഴും ഭഗവാനുണ്ട്. ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപത്തിലൂടെ നമ്മുടെ പരമാത്മാവിനെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഭഗവാൻ നമ്മളെ കാത്തുരക്ഷിക്കുന്നു, നമ്മുടെ കൂടെ എപ്പോഴും ഭഗവാനുണ്ട്, നമ്മുടെ ഒരു വഴികാട്ടിയായി, നമ്മുടെ ഒരു മുതലാളിയായി, നമ്മുടെ ഒരു യജമാനനായി, നമ്മുടെ സുഹൃത്തായി, അല്ലെങ്കിൽ ഒരു അച്ഛനായി, ഒരു അമ്മയായി എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്ന ഭഗവാൻ തിരുനാമത്തിലൂടെ നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉറച്ചു വരും. എപ്പോഴാണ്? നമുക്ക് ആ തിരുനാമത്തിന്റെ വിശ്വാസം വരുമ്പോൾ അല്ലെ?
മധുരം മധുരേഭ്യോപി മംഗളേഭ്യോപി മംഗളം പാവനം പാവനേഭ്യോപി ഹരേർനാമൈവ കേവലം. ഭഗവാന്റെ നാമം വളരെ മാധുര്യം കൂടിയതാണ് അല്ലെ. നമ്മൾ ലഡ്ഡു കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗുലാബ് ജാമുൻ കഴിക്കുമ്പോൾ ഉള്ള ഒരു മധുരത്തിനെക്കാട്ടിലും കൂടുതലാണ് ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോൾ കിട്ടുന്ന ഒരു മാധുര്യം. അതുപോലെ മംഗളമാണ്. തിരുനാമം ജപിക്കുന്ന ഏറ്റവും കൂടുതൽ മംഗളമായ ഒരു കാര്യമാണ് ഭഗവാന്റെ തിരുനാമം ജപിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടിയ നമ്മുടെ വെൽവിഷറാണല്ലേ ഭഗവാൻ. നമ്മുടെ വഴികാട്ടിയും വെൽവിഷറാണ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭഗവാനെ പേര് വിളിക്കുമ്പോൾ ഭഗവാൻ അവിടെ എത്തും. അത് ഭഗവാൻ അർജുനൻ പറയുന്നുണ്ട് അല്ലെ. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നിന്നെ ഭക്തനെ ഒരിക്കലും കൈവിടില്ല എന്ന് ഭഗവാൻ ഒരു ഉറപ്പ് തരുവാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു വെൽവിഷറും വഴികാട്ടിയും ഭഗവാനാണ്. അതുപോലെ ഭഗവാൻ പാവനമാണ്. ഭഗവാന്റെ പേര് ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള കളങ്കങ്ങൾ മാറുന്നു. ഭഗവാന്റെ തിരുനാമത്തിൽ ജപത്തിലൂടെ നമ്മൾ പവിത്രീകരിക്കുകയാണ്. ഭഗവാന്റെ തിരുനാമം സൂര്യൻ എങ്ങനെയാണോ സൂര്യൻ രശ്മി വരുമ്പോൾ ചൊളിക്കൊണ്ടുള്ള വെള്ളവും വറ്റിപ്പോകുന്നു, അതുപോലെ നമ്മുടെ എല്ലാ പാവകർമ്മങ്ങളും വറ്റിപ്പോയി നമ്മളെ ശുദ്ധീകരിക്കാനുള്ള ഒരേ ഒരു വഴിയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഈ മഹാമന്ത്രം ജപിക്കുന്നതോടെ നമ്മൾ ഭഗവാന്റെ ഡയറക്റ്റ് കോണ്ടാക്ട് കിട്ടുവാണ് അല്ലെ. ഈ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ കിട്ടുന്നതോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും നിന്നും മുക്താവാനുള്ള എല്ലാ വഴികളും ഭഗവാൻ നമുക്ക് കാണിച്ചിരുന്നു. നമ്മുടെ വഴികാട്ടിയായി. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ 2-ാം സ്കന്ധം 2-ാം ചാപ്റ്റർ 35-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീല പ്രഭാതർ പർപ്പോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഭഗവാൻ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ബുദ്ധിയും അല്ലെങ്കിൽ നമ്മുടെ ചിന്തയും കൂടെ നമ്മളെ വഴികാട്ടിയായി ഭഗവാൻ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഈ ഒരു വിശ്വാസം നമുക്ക് വരണം. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഭഗവാൻ എപ്പോഴും നമ്മളെ വഴികാട്ടിയായി ഉണ്ട്, അല്ലെങ്കിൽ സുഹൃത്തായിട്ടുണ്ട്. നമ്മുടെ മാതാപിതാവായിട്ട് നമ്മുടെ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം വരണമെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ റെഗുലറായിട്ടും കണ്ടിന്യൂസ് ആയിട്ടും വിശ്വാസത്തോടു കൂടിയും അറ്റൻറ്റീവായിട്ടും ജപിക്കണം അല്ലെ. നമ്മൾ അതിലെ ജപത്തിൽ നമ്മൾ 2-3 പോയിന്റ്സ് നമുക്ക് ശിലപ്രഭാത് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, നമ്മൾ കണ്ണടച്ച് ജപിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് പല സ്ഥലങ്ങളിലോട്ട് ഇങ്ങനെ കറങ്ങി കണ്ടിക്കൊണ്ടിരിക്കും. നമ്മൾ കണ്ണു തുറന്ന് കൃഷ്ണ ബലറാം തെറ്റി എത്ര മനോഹരമാണ് ഭഗവാന്റെ രൂപം അല്ലെ. കൃഷ്ണ ബലരാമൻ ഭഗവാന്റെ രൂപം കാണുമ്പോൾ നമുക്ക് ഭഗവാനെ കെട്ടിപ്പിടിക്കാനുള്ള ഒരു ആഗ്രഹം വരുന്നില്ലേ. ആ കൃഷ്ണ ബലരാമനെ നമ്മൾ കണ്ടിട്ട് വേണം ജപിക്കാൻ. നമ്മൾ ആൾട്ടർ മുമ്പിലിരിക്കുന്നു, ഭഗവാനെ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ചാൻഡ് ചെയ്യാം, മംഗളാരത്തിക്ക് പോകുന്ന നിങ്ങൾ എല്ലാവരും ഭഗവാനെ നേരിട്ട് കണ്ട് ഭഗവാന്റെ രൂപം കണ്ട് ഭഗവാന്റെ പുഞ്ചിരിച്ച മുഖം കണ്ട് മുഖത്തിൽ വരുന്ന ആ ഒരു പുഞ്ചിരി കണ്ടിട്ട് വേണം ജപിക്കാൻ. ആ ചാൻഡ് ചെയ്യുമ്പോൾ ഭഗവാന്റെ കണ്ണ് കാണുമ്പോൾ ഭഗവാന്റെ രൂപം നമ്മുടെ കണ്ണിലൂടെ കയറി ചെവിയിലൂടെയും കയറി നമ്മുടെ മനസ്സിൽ കയറിയിരിക്കും. ആ മനസ്സിലിരിക്കുന്ന ഭഗവാനെ നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കണം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള സ്മരണ വരുന്നത്. കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾ പല വഴികളിലൂടെ നമ്മുടെ ബുദ്ധി പല സ്ഥലത്തോട്ട് പോകും. പക്ഷെ കണ്ണ് തുറന്ന് ജപിക്കുമ്പോൾ ഭഗവാന്റെ രൂപം കണ്ട് ജപിക്കുമ്പോൾ രാധാറാണി അല്ലെങ്കിൽ കൃഷ്ണ ബലറാം അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, പഞ്ചതത്വ അല്ലെങ്കിൽ നരസിംഹദേവ് ഭഗവാനെ രൂപം കണ്ട് നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ രൂപം നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്ന ഭഗവാൻ നമ്മുടെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഭഗവാനെ സ്മരണ നമ്മുടെ ഇൻക്രീസ് ആവുന്നു. ഹരേ കൃഷ്ണ. ഇതുകൊണ്ട് ഞാൻ നിർത്തുന്നു. പാഞ്ചകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യേവ പതിതാനാം പാപനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനന്തകോടി വൈഷ്ണവൃന്ദ കി ജയ്, അനന്തകോടി ആചാര്യ കി ജയ്, ഹരികൃഷ്ണ മഹാമന്ദിർ കി ജയ്, ഗൗരപ്രേമാനന്ദേ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. ദണ്ഡവത്പ്രണാമം.